Okay, so now we'll discuss the four responsibilities, the four responsibilities an engineer to follow. Is it? First one is the conscientious commitment to live by moral values. Live by moral values. That means your commitment to live by moral values. മനസാക്ഷ്യപരമായിട്ട് അല്ലെ മനസാക്ഷിത്വത്തോടു കൂടി നമ്മൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ മോറൽ വാല്യൂസ് അത് ഏത് എക്സ്പെരിമെന്റിലും ഏത് പ്രോഡക്റ്റിൻ്റെയും ഏത് പ്രോജക്റ്റിൻ്റെയും കാര്യത്തിൽ നമുക്ക് ആ കമ്മിറ്റ്മെന്റ് നമ്മൾ ഫോളോ ചെയ്യണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് എന്താ പറഞ്ഞിരിക്കുന്നത്? എ കോംപ്രിഹെൻസീവ് പേഴ്സ്പെക്റ്റീവ് ഓൺ റെലവൻറ്റ് ഇൻഫർമേഷൻ. It includes constant awareness of the progress of the experiment and readiness to monitor the side effects if any. A comprehensive perspective on relevant information. എന്താണത്? അതായത് നമ്മൾ തയ്യാറാക്കുന്ന പ്രോജക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ്, നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റിൻ്റെ ആക്ച്വൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അതായത് അത് മൂലം ഉണ്ടാകാൻ പോകുന്ന അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ്, ആ പ്രോഡക്റ്റ് കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് എന്നുള്ള ക്ലിയർ കട്ടായിട്ടുള്ള ഒരു പേഴ്സ്പെക്റ്റീവ് ഔട്ട്ലുക്ക് ഓൺ ദറ്റ് ഇൻഫർമേഷൻ അത് നമ്മൾക്കുണ്ടായിരിക്കണം. ഇറ്റ് ഇൻക്ലൂഡ്സ് കോൺസ്റ്റന്റ് അവെയർനെസ് ഓഫ് ദ പ്രോഗ്രസ് ഓഫ് ദി എക്സ്പെരിമെന്റ്. അപ്പം ആ ഒരു ഇൻഫർമേഷനോട് കൂടി നമ്മൾ ആ പ്രോജക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ഓരോ എക്സ്പെരിമെൻ്റ് സ്റ്റേജിലും അതിൻ്റെ പ്രോഗ്രസ്സിനെ പറ്റിയുള്ള നല്ലൊരു മുൻവിധി, നല്ല ഒരു ഇൻഫർമേഷൻ, ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് നിങ്ങൾക്കുണ്ടായിരിക്കണം. അത് മോണിറ്റർ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പുണ്ടായിരിക്കണം അല്ലേ? അത് മോണിറ്റർ ചെയ്യാനായിട്ടുള്ള ഒരു റെഡിനെസ്, വില്ലിങ്നെസ് അത് നിങ്ങൾക്കുണ്ടായിരിക്കണം. അതിൻ്റെ പ്രത്യേകിച്ച് നമ്മൾ എന്താ മോണിറ്റർ ചെയ്യേണ്ടത്? അതിൻ്റെ സൈഡ് ഇഫക്ട്സ്. അതായത് നമുക്ക് ഒരു പ്രോഡക്റ്റിനെ പറ്റിയോ പ്രോജക്റ്റിനെ പറ്റിയോ ഒരു മുൻവിധി ഉണ്ടെങ്കിൽ, അതായത് നമ്മളുടെ കോൺഷ്യസ്നെസ്സിൽ, നമ്മളുടെ മനസ്സാക്ഷിയിൽ, നമ്മുടെ മനസ്സിൽ നമുക്ക് സത്യസന്ധമായിട്ട് നമുക്ക് ഒരു ഇൻഫർമേഷൻ ഈ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റിനെ പറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റിനെ പറ്റി ഒരു മുൻവിധി ഉണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ഇൽ ഇഫക്ട്സ് ഉണ്ടെങ്കിൽ, അതിനൊരു സൈഡ് ഇഫക്ട്സ് ഉണ്ടെങ്കിൽ, ആ പ്രോജക്റ്റും പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ അതിൻ്റെ ഓരോ എക്സ്പെരിമെൻ്റ് സ്റ്റേജിലും നമ്മളത് മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെ അത് മോണിറ്റർ ചെയ്യണം. മോണിറ്റർ ചെയ്തിട്ട് അതിനെന്തെങ്കിലും ഒരു ഇൽ ഇഫക്ട്സ് ഉണ്ടെങ്കിൽ, സൈഡ് ഇഫക്ട്സ് ഉണ്ടെങ്കിൽ, അത് നമ്മൾ ആ ഇൻഫർമേഷൻ എന്ത് ചെയ്യണം? നമ്മൾ കൺസേൺഡ് ആയിട്ടുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും അല്ലെങ്കിൽ അതിൻ്റെ പാർട്ട്നേഴ്സിനെയും നമ്മൾ ഇൻഫോം ചെയ്യണം, സത്യസന്ധമായിട്ട് ഇൻഫോം ചെയ്യണം. ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, മോറൽ വാല്യൂസിനോടുള്ള നമ്മുടെ ആ കമ്മിറ്റ്മെൻറ്റ്, നമ്മുടെ മനസ്സാക്ഷിയോടുള്ള നമ്മുടെ ആ കമ്മിറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യാനായിട്ട് തയ്യാറായിരിക്കണം. അതാണ് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ്. ആരോട്? ടു ദി പബ്ലിക്. വി ആർ ഓവിങ് ഓൾ ദീസ് റെസ്പോൺസിബിലിറ്റീസ് ടു ദ സൊസൈറ്റി. നമ്മൾ സൊസൈറ്റിയോട് ഇതെല്ലാം കടപ്പെട്ടിരിക്കുന്നവരാണ്. ദ തേർഡ് വൺ ഈസ് അൺറെസ്ട്രിക്റ്റഡ് ഫ്രീ പേഴ്സണൽ ഇൻവോൾവ്മെന്റ് ഇൻ ഓൾ സ്റ്റെപ്സ് ഓഫ് ദ പ്രോജക്റ്റ് ഓർ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്. അതാണ് ദാറ്റ് ഈസ് അവർ ഓട്ടോണമി. ദാറ്റ് മീൻസ് അൺറെസ്ട്രിക്റ്റഡ് ഫ്രീ പേഴ്സണൽ ഇൻവോൾവ്മെന്റ്. ആ ഒരു എഞ്ചിനീയർ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ആ പ്രോജക്റ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട എഞ്ചിനീയർ എന്നുള്ള നിലയിൽ യു ഹാവ് ദറ്റ് ഓട്ടോണമി, യു ഹാവ് ദാറ്റ് റെസ്പോൺസിബിലിറ്റി, യു ഹാവ് ദാറ്റ് അൺറെസ്ട്രിക്റ്റഡ് പേഴ്സണൽ ഇൻവോൾവ്മെന്റ്. യു ആർ ഹാവിങ് ദാറ്റ് ഫ്രീഡം ടു ടേക്ക് any decision, to change any product or to change any design at any steps. ഏത് സ്റ്റെപ്സിലാണെങ്കിലും ആ ഒരു ഓട്ടോണമി നിങ്ങൾക്കുണ്ടായിരിക്കണം, ആ ഒരു ഫ്രീഡം നമ്മൾക്കുണ്ട്.
അത് മോഡിഫൈ ചെയ്യാനുള്ള ഒരു ഫ്രീഡം നമുക്കുണ്ട്. ഒരു അൺറെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള, ആരും നിങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഓട്ടോണമി നിങ്ങൾക്ക് ഉണ്ട് ആസ് ആൻ എഞ്ചിനീയർ. സോ ദാറ്റ് റെസ്പോൺസിബിലിറ്റി യു ആർ ഓവിങ് ടു ദ പബ്ലിക്. ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ ആരോടാ കടപ്പെട്ടിരിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി ടേക്ക് ചെയ്യുന്നത്? ഫോർ ദ പബ്ലിക്, ഫോർ ദ സൊസൈറ്റി. ഇസ് ഇറ്റ്? And fourth one is be accountable for the results of the project. Accountability. What is accountability? നമ്മൾ കണക്ക് ബോധിപ്പിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളവരാണ്, അല്ലേ? ദാറ്റ് ഈസ് അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ കണക്ക് ബോധിപ്പിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ. അക്കൗണ്ടബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്, ബാധ്യസ്ഥരായിട്ടുള്ള ആൾക്കാരാണ്. അത് അവരോട് അറിയിക്കാനും ക്ലിയർ കട്ടായിട്ട് അവരെ മനസ്സിലാക്കി കൊടുക്കാനും ഉള്ള ഉത്തരവാദിത്തം, ആ ഒരു കടപ്പാട് നമുക്ക് സൊസൈറ്റിയോടുണ്ട്, അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സിന് സൊസൈറ്റിയോടുണ്ട്. ദാറ്റ് ഈസ് ആസ് ആൻ എഞ്ചിനീയർ ഓർ ആസ് ആൻ എക്സ്പെരിമെന്റർ you are owing some responsibilities to the society. What are the responsibilities? First one is the conscientious commitment to live by moral values. Then you have to have a comprehensive perspective of the relevant information of the product or the project which you are undertaken. Then you are having a free or unrestricted involvement in all the steps of the project. That means there is an autonomy. As an engineer, you are having that freedom to take any steps, change any design at any stage of the product. That is there, that is given by the authority or given by the society. Then be accountable for the results. You are the responsibility to commit, you are responsible for the accountable, or you are having that responsibility to present what is there in the project and how it is costing. All these relevant points you have to place before the public. You have to place before the public. That is your responsibility. So as an engineer, the public or the society had given you, or it is given to you because you as a savior of the community, you as a responsible player of the project, you are having that responsibility. That is mentioned here, the several responsibilities as an engineer. Okay, now the next point, it is again mentioned. Each responsibility is again described here in each module, sorry, in each slide. Here it is given why it is a conscientious moral commitment means being sensitive to full range of moral values and responsibilities relevant to the prevailing situation. The willingness to develop the skill and put efforts needed to reach the best balance possible among those considerations. അപ്പം നമ്മൾക്ക് ഈ പറയുന്ന നമ്മളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് പ്രിവെയിലിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനെ, ആ പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ ആയിട്ടുള്ള ഒരു സ്കില്ല്, അത് ഡെവലപ്പ് ചെയ്യാനുള്ള നമ്മുടെ എഫേർട്ട്, ഇതെല്ലാം നമുക്ക് ഏത് സമയത്തും ഉണ്ടായിരിക്കണം. നമ്മളുടെ മനസാക്ഷിക്ക് അനുസൃതമായ രീതിയിൽ സത്യസന്ധമായിട്ട് ചെയ്യാനായിട്ട് ഉള്ള ഒരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ടായിരിക്കണം. അതാണ് ഇൻ ഷോർട്ട്, എഞ്ചിനീയേഴ്സ് മസ്റ്റ് പൊസസ് ഓപ്പൺ ഐസ്. അവരുടെ കണ്ണെപ്പോഴും തുറന്നിരിക്കണം, അവരുടെ ചെവി എപ്പോഴും കേൾക്കാൻ തയ്യാറായിട്ടിരിക്കണം. ഓപ്പൺ ഇയേഴ്സ്. നമ്മൾ കേൾക്കാൻ മടി കാണിക്കാൻ പാടില്ല. ദാറ്റ് ഈസ് ഓപ്പൺ ഇയേഴ്സ്, അല്ലേ? ആൻഡ് ഓപ്പൺ മൈൻഡ്. നമുക്കെപ്പോഴും തുറന്ന മനസ്സോടുകൂടി സംസാരിക്കാൻ പറ്റണം. ദാറ്റ് ഈസ് മോറൽ വിഷൻ, മോറൽ ലിസണിങ് ആൻഡ് മോറൽ റീസണിങ്. ദാറ്റ് മീൻസ് മോറൽ വിഷൻ ഉണ്ടായിരിക്കണം, നമുക്കൊരു ഉൾക്കാഴ്ച ഉണ്ടായിരിക്കണം, അല്ലേ? ദാറ്റ് ഈസ് മോറൽ വിഷൻ. അതുപോലെ തന്നെ ഒരു മോറൽ ലിസണിങ്, മറ്റുള്ളവരെ കേൾക്കാനായിട്ടുള്ള നമ്മളുടെ ഒരു സമ്മതം ഉണ്ടായിരിക്കണം. നമുക്ക് തന്നെ അതിനൊരു തയ്യാറെടുപ്പ് ഉണ്ടായിരിക്കണം.
അതുപോലെ തന്നെ മോറൽ റീസണിങ്, നമുക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായ കൃത്യമായ കാരണങ്ങൾ ബോധിപ്പിക്കാൻ ഉള്ള ഒരു ഉത്തരവാദിത്വം നമ്മൾക്കുണ്ടായിരിക്കണം. അതിനുള്ള ഒരു മനസ്സ് നമ്മൾക്കുണ്ടായിരിക്കണം. അതാണ് ആദ്യം പറഞ്ഞിരിക്കുന്ന കോൺഷ്യസ് മോറൽ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. Then here it is again described that this makes the engineers as social experimenters, respect the safety and health of the affected while they seek to enrich their knowledge, rush for the profit, follow the rules, or care for only the beneficiary. അതായത് നമ്മൾ ആസ് ആൻ എഞ്ചിനീയേഴ്സ്, ആസ് ആൻ എക്സ്പെരിമെന്റ് ചെയ്യുന്ന ഒരു റിസർച്ചർ എന്നുള്ള നിലയിൽ, ഒരു റിസർച്ച് മൈൻഡോടുകൂടി നമ്മൾ ചെയ്യുന്ന ഒരു എഞ്ചിനീയർ എന്നുള്ള നിലയിൽ, you have to respect the safety, you have to respect the health of the people affected while they seek to enrich their knowledge. നമ്മൾ നമ്മളുടെ നോളജ് എൻറിച്ച് ചെയ്യാനായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി ആണെങ്കിൽ പോലും, നമ്മൾ നമ്മളുടെ ആസ് എൻ എഞ്ചിനീയർ നമ്മുടെ നോളജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ പോലും അല്ല, നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ഓടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഒരു എൻ്റർപ്രണർ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് എന്നുള്ള നിലയിൽ, ഏത് രീതിയിലാണെങ്കിലും ഫോളോ ദ റൂൾസ്, നിങ്ങൾ റൂൾസ് ഫോളോ ചെയ്തിരിക്കണം. ഓർ കെയർ ഫോർ ഓൺലി ദ ബെനിഫിഷ്യറി, അല്ലെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം എന്താ? റൂൾ ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ ഓൾവേസ് യു ആർ ടു കെയർ ഫോർ ദ ബെനിഫിഷ്യറി. ആ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ പ്രോജക്റ്റിൻ്റെ ബെനിഫിഷ്യറി, അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് ആയിട്ടുള്ള ആൾക്കാരെ കെയർ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും ഏത് പ്രോജക്റ്റ് ആണെങ്കിലും അത് അനുഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്ന ആൾക്കാരെ നമ്മൾ എപ്പോഴും കെയർ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അവർക്ക് വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം. അതാണ് നമ്മൾ അവരെ കെയർ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. So that is again explained here. Then the human rights of the participant should be protected through voluntary and informed consent. അപ്പോൾ അതായത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റോ ഒക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ദ ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് ദ പാർട്ടിസിപ്പൻറ്റ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ്. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് നമുക്കറിയാം എന്തൊക്കെയാണ്. ജീവിക്കാനുള്ള അവരുടെ അവകാശം, അല്ലേ? സമാധാനപരമായിട്ടും സത്യസന്ധമായിട്ടും അവർക്ക് ഈ ലോകത്തിൽ ജീവിക്കാനുള്ള, അല്ലെങ്കിൽ അവരുടെ ജന്മനാട്ടിൽ, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാനുള്ള അവരുടെ അവകാശം, അതിനെ നമ്മൾ തടസ്സപ്പെടുത്താൻ പാടില്ല. യു ആർ നോട്ട് സപ്പോസ് ടു ഒബ്ജക്റ്റ് ഇറ്റ്. ദാറ്റ് മീൻസ് യു ഹാവ് ടു പ്രൊട്ടക്ട് ദം ത്രൂ വോളണ്ടറി ആൻഡ് ഇൻഫോംഡ് കൺസെൻറ്റ്. അപ്പോൾ അവരെ നമ്മൾ വോളണ്ടറി ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ അവരെ അറിയിച്ചിട്ടാണെങ്കിലും അത് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ യു ക്യാൻ ഇഫ് ഇൻ ദ ക്വസ്റ്റ്യൻ പേപ്പർ, ഇൻ ദ എക്സാമിനേഷൻ, ഇഫ് ദ ക്വസ്റ്റ്യൻ ഈസ് ഫോർ say for as an essay question, you can write all these. Otherwise, if it is for list out the important responsibilities as an engineer experimenter, then you can just list out the points only. Otherwise, you have to elaborate it. Okay. So now the second one, as we already explained, that is a comprehensive perspective. That means an engineer should grasp the context of this work and ensure that the work involved results in only moral ends. That means you have to be conscious and you have to be more careful, and your perspective, that means your perspective means your outlook in that particular project or the product must be involved in the results in only moral ends. That means the end of the product or the outcome of the project is a morally supported. It's giving benefit to the public only. So that outlook should be always there. And one should not ignore his conscience if the product or project that he is involved will result in damaging the nervous system of the people. അതൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ്. ഓർ ഈവൻ ദ എനിമി ഇൻ കേസ് ഓഫ് എ വെപ്പൺ ഡെവലപ്മെൻറ്റ്. അപ്പം നമ്മളൊരു വെപ്പൺ ഉണ്ടാക്കുകയാണെങ്കിൽ
അതൊരു എനിമിയെ ഉദ്ദേശിച്ചാണ് നമ്മൾ വെപ്പൺ ഉണ്ടാക്കുന്നത് അല്ലേ? സോ ദെൻ ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഡെവലപ്ഡ് ഫോർ